വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. അല്ലാഹു തആല ഈ ഭൂമിയുടെ പ്രതിനിധികളായിട്ടാണ് നമ്മെ പറഞ്ഞേക്കുന്നത്. അല്ലാഹു ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ആകാശങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഒഴിഞ്ഞു മാറി, കഴിയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പർവ്വതങ്ങളെ ഏൽപ്പിച്ചു. അവരും പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കും കഴിയില്ല എന്ന് പർവ്വതങ്ങളും പറഞ്ഞു. ഫഹമലഹൽ ഇൻസാനു, അവസാനം ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാരാണ്? ഹമലഹൽ ഇൻസാൻ, മനുഷ്യനായ നമ്മളാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ആ വിഷയം പറയുന്നുണ്ട്. ഇന്നാ അറൽനൽ അമാനത അലസ് സമാവാതി വൽ അർള്. അല്ലാഹു തആല ഈ ഒരു അമാനത്തിനെ ആകാശങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. വൽ അർളി, ഭൂമിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. വൽ ജിബാലി, പർവ്വതങ്ങളെയും അല്ലാഹു ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഫഅബൈന അയ്യഹ്മിൽനഹാ, ആകാശവും ഭൂമിയും പർവ്വതങ്ങളും എല്ലാവരും അതിൽ നിന്ന് കൈയൊഴിഞ്ഞു. ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു, നിരസിച്ചു. അല്ലാഹുവിന്റെ ഓഫറിനെ അവർ നിരാകരിച്ചു. വഅശ്ഫഖ്ന മിൻഹാ, ഈ ഒരു അമാനത്ത് ഏറ്റെടുക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. ഇവരൊക്കെ അങ്ങനെ പറഞ്ഞു. അശ്ഫഖ്ന മിൻഹാ, ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ത്രാണി, കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. വഹമലഹൽ ഇൻസാൻ, അവസാനം അത് ഏറ്റെടുക്കുന്നത് മനുഷ്യന്മാരാണ്. ഇന്നഹു കാന ളലൂമൻ ജഹൂലാ, മനുഷ്യൻ അക്രമിയും വിഡ്ഢിയുമാണ്. അക്രമി എന്ന് പറയാൻ കാരണം ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ആകാശവും ഭൂമിയും പർവ്വതവും എല്ലാവരും ഏറ്റെടുത്ത് കൈയൊഴിഞ്ഞൊരു ഉത്തരവാദിത്തെ നമ്മൾ ധൈര്യസമേതം ഏറ്റെടുത്തു. ഫഹമലഹൽ ഇൻസാൻ, എന്നിട്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഭംഗിയായി പൂർത്തീകരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ അക്രമിയാണ്. അല്ലെങ്കിൽ അവരെ പോലെ ഏറ്റെടുക്കാതിരുന്നാൽ മതിയായിരുന്നു, അവൻ വിഡ്ഢിയാണ്, ജഹൂല, അവൻ വിഡ്ഢിയാണ് എന്ന രീതിയിലാണ് അല്ലാഹു മനുഷ്യനെ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു അമാനത്ത് ഏറ്റെടുത്തതിനെ കുറിച്ച് പറയുന്നത്. ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, ഭൂമിയുടെ പ്രതിനിധിയാണ് നമ്മൾ. ഫയൻദുറു കൈഫ തഅമലൂൻ, എന്താണ് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നത് എന്ന് അല്ലാഹു നോക്കുന്നുണ്ട്, അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഫയൻദുറു കൈഫ തഅമലൂൻ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ, അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെയും ഭയക്കണം, സ്ത്രീകളെയും ഭയക്കണം എന്നാ പറഞ്ഞത്. ഇത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ, സ്ത്രീകളെയും അതുപോലെ തന്നെ സ്ത്രീകളോട് ഭയക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ഒരൽപ്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഒരൽപ്പം നമ്മൾ സൂക്ഷ്മത കാണിക്കണം. പിന്നെ പറഞ്ഞു വത്തഖുദ് ദുനിയാ, ദുനിയാവുമായി നമ്മൾ ഇടപെടുമ്പോൾ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ്, അത് നമ്മുടെ ഖൽബിലേക്ക് കയറരുത്, കയ്യിൽ വെച്ചാൽ മതി. ദുനിയാവ് നമ്മുടെ കൈകളിൽ വെക്കണം, ഖൽബിലേക്ക് കയറരുത്. വത്തഖുൻ നിസാ, സ്ത്രീകളോട് ഇടപെടുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നും പറഞ്ഞു. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൽ അല്ലാഹു തആല ആദ്യമായി ഉണ്ടായ ഫിത്ന. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. അവരിൽ ആദ്യമായി ഉണ്ടായ ഫിത്ന സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമൂഹം അധപതിച്ചു പോകാനുള്ള കാരണം, ആ സമൂഹം പരാജയപ്പെട്ടു പോകാനുള്ള കാരണം സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചില്ല എന്നതാണ്. ആ ഒരു ഫിത്നയിലൂടെയാണ് നമ്മളെക്കാളും മുമ്പ് കഴിഞ്ഞുപോയ സമൂഹം തകർന്നു പോയത് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നും കൂടി പറയട്ടെ, ഇന്നദ് ദുനിയാ ഹുൽവത്തുൻ ഖളിറ, ദുനിയാവ് മധുരമുള്ളതാണ്, ദുനിയാവ് പച്ചപ്പുള്ളതാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു തആല ആ ദുനിയാവിൽ നിങ്ങളെയാണ് പ്രതിനിധികളായി പറഞ്ഞയച്ചത്. അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹു നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഫയൻദുറു കൈഫ തഅമലൂൻ, വളണ്ടിയർമാർക്ക് ഡ്യൂട്ടി നൽകിയാൽ
വളണ്ടിയർ ക്യാപ്റ്റൻ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാറില്ലേ? വളണ്ടിയർ ക്യാപ്റ്റനെ കമ്മിറ്റിക്കാര് നോക്കാറില്ലേ? ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ ആരാണോ ഉത്തരവാദിത്തം നൽകുന്നത് അവരുടെ ക്യാപ്റ്റൻ അവരെ നിരീക്ഷിക്കാറുണ്ട്. അതേപോലെ നമ്മൾക്ക് ഉത്തരവാദിത്തം നൽകുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വെച്ചല്ല അതിനുള്ള പ്രതിഫലം തരുന്നത്, ഇവിടെ വെച്ചല്ല അതിനുള്ള ശിക്ഷ നൽകുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ്. നമ്മളിവിടെ ചെയ്തു കൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും ആസ്വദിക്കുന്നതുമെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുന്നത് നാളെ ആഖിറത്തിലാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ലോകാവസാനം സംഭവിക്കുമ്പോഴാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം അനുഭവിക്കുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം ആരാണ് അനുഭവിക്കുന്നത്? വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. അപ്പൊ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളിൽ വിജയി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം കിട്ടണം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സ്വർഗത്തിൽ കിടക്കാൻ ആരും കൊതിക്കണ്ട, എല്ലാവരും സ്വർഗത്തിൽ കിടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിച്ച് മരിച്ചു പോകുന്ന എല്ലാ മനുഷ്യന്മാരും സ്വർഗത്തിൽ കിടക്കും. ഒരു ഡൗട്ട് ഇതിൽ വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ജീവിതത്തിൽ ഒരു തവണ ഖൽബ് കൊണ്ട് പറഞ്ഞൊരു മനുഷ്യൻ മരിക്കുന്നത് വരെ അത് നിഷേധിച്ചില്ല എങ്കിൽ അയാള് 100% സ്വർഗത്തിൽ കിടക്കും. അതുകൊണ്ട് സ്വർഗത്താരും ചോദിക്കേണ്ട, എല്ലാവർക്കും സ്വർഗം കിട്ടും. പിന്നെ ചോദിക്കേണ്ടത് എന്താണ്? നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തെയാണ് ചോദിക്കേണ്ടത്. നരകത്തിൽ കിടക്കാത്ത സ്വർഗമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. അല്ലാഹു തആല ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാത്ത സ്വർഗം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ആദ്യത്തെ ഹദീസിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നത്, നമ്മെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കളിക്കാനും ചിരിക്കാനും അടിച്ചു പൊളിക്കാനൊന്നുമല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് നമ്മൾക്കുണ്ട്. ആ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷണം നടത്തി ഒബ്സർവ് ചെയ്ത് കൃത്യമായി അതിനുള്ള ശിക്ഷയും അതിനുള്ള പ്രതിഫലവും ആഖിറത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നാളെ ഖബറിൽ എനിക്ക് സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഇവിടെ ഒരു 60 വർഷം ഞാൻ ജീവിക്കും, അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. രോഗങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊന്നും ഒരു 60 വർഷമല്ലേ, ഖബറിൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആരാണ് കൊതിക്കുന്നത് അവരാണ് ബുദ്ധിമാൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇനി മഹാനായ അല്ലാമ ഇഖ്ബാൽ ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്ന ഒരു നീണ്ടൊരു കവിതയുണ്ട്. തെരേ സൂഫേ ഹെ അഫ്റംഗി തെരേ ഖാലേ ഹെ ഈറാനി ലഹോ മുജ്കോ റുലാത്തി ഹെ ജവാനോ കീ തനാസാനി. ചെറുപ്പക്കാർ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വരികളാണിത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ, കാസർഗോഡ് ജില്ലയിലുള്ള ചെറുപ്പക്കാരും മറ്റുള്ള ജില്ലകളിലുള്ള ചെറുപ്പക്കാരും രണ്ടാണ്. അതിന്റെ കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ കയ്യിൽ 10 ഉണ്ടെങ്കിൽ നമ്മൾ 100 രൂപ കാണിക്കും. മറ്റുള്ള ജില്ലകളിൽ 100 ഉണ്ടെങ്കിൽ 10 കാണിക്കുള്ളൂ. ഇതാണ് നമ്മളും മറ്റുള്ള ജില്ലക്കാരും തമ്മിലുള്ള വ്യത്യാസം. തെരേ സൂഫേ ഹെ അഫ്റംഗി തെരേ ഖാലേ ഹെ ഈറാനി ലഹോ മുജ്കോ റുലാത്തി ഹെ ജവാനോ കീ തനാസാനി. ചെറുപ്പക്കാരാ, തെരേ സൂഫേ ഹെ അഫ്റംഗി, നിന്റെ സോഫകൾ യൂറോപ്പിൽ നിന്നുള്ള സോഫകളാണ്. യൂറോപ്പിൽ നിന്നുള്ള സോഫകൾ. തെരേ ഖാലേ ഹെ ഈറാനി,
നിന്റെ പരവതാനി, നിന്റെ കാർപ്പറ്റുകൾ പേർഷ്യയിൽ നിന്നുള്ള കാർപ്പറ്റുകളാണ്. നമ്മുടെ വീടിന്റെ അവസ്ഥ പറയാണ്. 40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഒരാളൊരു വീടിന് സോഫ ഉണ്ടാക്കുന്നത്. ഒരു വീടിന് സോഫ 40 ലക്ഷം രൂപ. ഞാൻ കട പറയല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ആ വീട്ടിൽ പോയിരുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള വീടല്ല, പുറത്തുള്ള വീട്. അദ്ദേഹം പറഞ്ഞു, റേഞ്ച് റോവർ നിർമ്മിക്കുന്ന ഒരു കമ്പനി, അവരുടെ സീറ്റും ലെതറൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ സീറ്റ്, ഈ സോഫ ഉണ്ടാക്കിയത്. 40 ലക്ഷം രൂപ ഇവിടെയുള്ള ഈ സോഫ സെറ്റിന്. 2-3 സോഫ സെറ്റ് കാണിച്ചു. നീ ഉപയോഗിക്കുന്ന സോഫ സെറ്റുകൾ വരെ യൂറോപ്പിൽ നിന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് സോഫ സെറ്റുകൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുന്നത്. ആ 40 ലക്ഷം ഉണ്ടെങ്കിൽ 4 വീട് നിർമ്മിക്കാൻ കഴിയും, ഇല്ലേ? 4 വീട് നിർമ്മിക്കാൻ കഴിയും ആ സോഫ സെറ്റിന്റെ മാത്രം കാശ് എടുത്താൽ. നമ്മൾ കാലിട്ട് ചവിട്ടുന്ന നമ്മുടെ കാർപ്പറ്റുകൾ പേർഷ്യയിൽ നിന്ന് വരുന്ന കാർപ്പറ്റുകളാണ്, ഇറാനിൽ നിന്ന് വരുന്ന കാർപ്പറ്റുകൾ. ഗൾഫിൽ നിന്നൊക്കെ കോടികൾ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ നാടുകളിലേക്ക് വീട് കുടിയിരിക്കുന്ന സമയത്ത് കാർഗോകൾ വരുന്നത്. നിറയെ കാർപ്പറ്റുകളാണ് അതിലൂടെ കടന്നു വരുന്നത്. ലഹോ മുജ്കോ റുലാത്തി ഹൈ ജവാനോ കീ തനാസാനി. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ സുഖലോലുപത കാണുമ്പോൾ എന്റെ കണ്ണിലൂടെ ചോര ഒഴുകുകയാണ്. കണ്ണുനീർ തുള്ളികൾക്ക് പകരം ചോര ഒഴുകുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സമയത്താണ് അല്ലാമ ഇഖ്ബാൽ ജീവിച്ചിരുന്നത്. ആ അല്ലാമ ഇഖ്ബാൽ വർഷങ്ങൾക്ക് മുമ്പ് പാടുന്ന കവിതയാണിത്. നോക്കണം, നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരന്റെ കൈകളിലുള്ള വാച്ചിന് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെയാണ് നമ്മൾ ചെലവഴിക്കാറുള്ളത്, അല്ലെ? റോളക്സിന്റെ വാച്ച് 8 ലക്ഷം 16 ലക്ഷം. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി, തലശ്ശേരി ഭാഗത്ത്. എന്നോട് ഒരാൾ പറഞ്ഞു, അതിൻ്റെ മരുമകൻ വാങ്ങിച്ചൊരു വാച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. നിറയെ ഡയമണ്ട് ഉള്ള ഒരു റോളക്സിന്റെ വാച്ച്. 80 ലക്ഷം രൂപയാണ് വില എന്ന് പറഞ്ഞു. 80 ലക്ഷം രൂപയാണ് വില. നിറയെ ഡയമണ്ടുകൾ നിറഞ്ഞ ഒരു റോളക്സിന്റെ വാച്ച്. ലഹോ മുജ്കോ റുലാത്തി ഹൈ ജവാനോ കീ തനാസാനി. ചെറുപ്പക്കാരാ, നിങ്ങളുടെ സുഖലോലുപതയോടുള്ള ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി കാണുമ്പോ എന്റെ കണ്ണിലൂടെ വരുന്നത് വെള്ളമല്ല, ചോരയാണ്. വാഹനങ്ങൾ വേണ്ട എന്നല്ല, നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലുള്ള വാഹനങ്ങൾ ആഡംബര വാഹനങ്ങളാണ്. നമ്മുടെ വീടും അമ്പരച്ചുംബിയായ വിശാലമായ വീടുകളാണ് നമ്മൾക്ക് അല്ലാഹു തന്നത്. നമ്മൾ ധരിക്കുന്ന 32,000 രൂപയുടെ ഷർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 32,000 രൂപയുടെ ഷർട്ട് കേട്ടിട്ടുണ്ടോ? ബർബറി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അങ്ങനൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അത്ഭുതം ഉണ്ടാവും. 32,000 രൂപയുടെ ഷർട്ട്, സ്ഥിരമായിട്ട് ധരിക്കുന്ന ഷർട്ട് 32,000 രൂപയുടെ ഷർട്ട്. ലഹോ മുജ്കോ റുലാത്തി ഹൈ ജവാനോ കീ തനാസാനി. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അഥറ നിഅമതി അൻ യറാ അഥറ നിഅമതിഹി അലാ അബ്ദി. അല്ലാഹു തആല എന്തെങ്കിലും ഒരു നിഅമത്ത് നൽകുമ്പോൾ അത് അടിമയിൽ കാണണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുമ്പോൾ അത് കാണാൻ അല്ലാഹു കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ അട്ടിയട്ടിയായി നിങ്ങളുടെ ബാങ്കിൽ വെക്കണമെന്നല്ല അല്ലാഹു പറയുന്നത്. ചെലവഴിക്കണം, നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കണം, നമ്മുടെ വീടിന് വേണ്ടി ചെലവഴിക്കണം, നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. മസ്കനുൻ വാസിഅ, വിശാലമായ വീടുണ്ടാകുന്നത് ഭൂമിയുടെ സൗഭാഗ്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മർഖബുൻ ഹനീ, ഓരോ ആളുകൾക്ക് സൗകര്യപ്രദമായ വാഹനങ്ങൾ ഉണ്ടാകുന്നത് അത് ഭൂമിയിലെ ഭാഗ്യവാന്മാരുടെ ലക്ഷണമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഡംബര വാഹനങ്ങളോ വിശാലമായ അമ്പരച്ചുംബിയായ വീടുകളെ കുറിച്ച് പരാതി പറയുകയല്ല ഞാൻ. പക്ഷേ നമ്മുടെ ശ്രദ്ധ അതുമാത്രമായി മാറരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിലുള്ളതുപോലെ ഒരു വീട്ടിൽ തന്നെ 4ഉം 5ഉം ആഡംബര വാഹനങ്ങളുള്ള വീടുകൾ വേറെ എവിടെയാണുള്ളത്? ചെറുപ്പക്കാരാ, പക്ഷേ നമ്മൾ അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. ദീനിയായ വിഷയങ്ങളിൽ നമ്മൾക്ക് ആവേശമുണ്ടാവണം. ദീനിയായ കാര്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ കൈകളിലുള്ള വാച്ച്, നമ്മൾ ധരിക്കുന്ന ഷൂ,
നമ്മുടെ പാന്റും നമ്മുടെ ഷർട്ടും, ഈവൻ ഒരാൾ ധരിക്കുന്ന പാന്റിന്റെ ബെൽറ്റിന് വരെ 40,000 രൂപ. വുഡ്ലാൻഡിന്റെ ബെൽറ്റാണ് ചില ആളുകൾ ധരിക്കാറുള്ളത്. അപ്പോൾ 40,000 രൂപ. ഇതെങ്ങനെ എനിക്കങ്ങനെ അറിയുന്നു ചോദിക്കുന്നുണ്ടാകും അല്ലേ? ഇതൊക്കെ ധരിക്കുന്ന ആളുകൾ നമ്മളോട് പറയും, ഉസ്താദ് ഇതിന്റെ വില 40 ഇതിന്റെ വില 8, ഇതിന്റെ വില 12 നമ്മളെ കാണുമ്പോൾ വെറുതെ സൊറ പറയുമ്പോൾ ഇങ്ങനെ ഒരു തമാശക്ക് പറയും. ഇമാരത്ത് ക്യാ ശിഖവ ഖുസ്റവി ബി ഹോ തോ ക്യാ ഹാസിൽ നസൗറെ ഹൈദരി തുജ്മേ ന ഇസ്തിഗ്നായ സൽമാനി. ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, അല്ലാഹു തആല മനുഷ്യന് ദുനിയാവിനോടുള്ള താല്പര്യങ്ങൾ നൽകി എന്ന സൂചനയാണ് ഇവിടെ പറഞ്ഞത്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത്. അല്ലാഹു തആല ഷഹവാത്ത് എന്ന് പറയുന്നത് ദുനിയാവിന്റെ അലങ്കാരങ്ങളോട് മനുഷ്യന് താല്പര്യമുണ്ടാകും. അല്ലാഹു അതിനെ ആസ്വദിക്കാനുള്ള, എന്റർടൈൻ ചെയ്യാനുള്ള ഒരു മനസ്സാണ് മനുഷ്യന് നൽകിയത്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ. ജനങ്ങൾക്ക് സ്ത്രീകളോടൊരു അട്രാക്ഷൻ ഉണ്ടാകും. പിന്നെയോ വൽ ബനീന, ഭാര്യമാരോട്, വൽ ബനീന മക്കളോട്, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണങ്ങളോട്, വെള്ളിയോട്, വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസി ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. ഇതെല്ലാം ദുനിയാവിന്റെ ചരക്കുകളാണ്. ഇതെല്ലാം ദുനിയാവിന്റെ ചരക്കുകളാണ്. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ മേനി പറയും, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് മേനി പറയും, നമ്മുടെ സമ്പാദ്യങ്ങളെ കൊണ്ട്, നമ്മുടെ വീടിന്റെ വലിപ്പം കൊണ്ട്, വാഹനത്തിന്റെ വലിപ്പം കൊണ്ട് നമ്മളിങ്ങനെ മേനി പറയും. പക്ഷേ അതൊക്കെ മതാഉൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്. അല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, ജനങ്ങളിലേക്ക് ഇൽമ് പ്രചരിപ്പിക്കപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്തത്? ജനങ്ങളിലേക്ക് ഇൽമ് പ്രചരിപ്പിക്കപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്തത്? വലിയ ആഡംബര വാഹനങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാണുമ്പോ ലക്ഷങ്ങളൊക്കെ അല്ലാഹു നമ്മൾക്ക് സമ്പാദ്യങ്ങൾ നൽകി. കേരളത്തിനൊരു മദ്രസയുടെ ആവശ്യമില്ല, കേരളത്തിനൊരു പള്ളിയുടെ ആവശ്യമില്ല. കേരളത്തിന്റെ പുറത്ത് എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും. അവിടെ നമ്മൾക്കൊരു മദ്രസ നിർമ്മിച്ചു കൊടുക്കണം, അവിടെ നമ്മൾക്കൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് എഴുതാൻ പഠിപ്പിക്കണം, വായിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് ദീനിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ജനിച്ച ഉടനെ ഏതെങ്കിലും ഫാമുകളിൽ പോയി, ഫാക്ടറികളിൽ പോയി, കൃഷിയിടങ്ങളിൽ പോയി ഓത്തുപള്ളി കാണാതെ, കലാലയങ്ങൾ കാണാതെ, പാഠശാലകൾ കാണാതെ 100 രൂപയ്ക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോരനീരാക്കി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുന്ന, ബാലവേല ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ ആ ബാലവേലയിൽ നിന്ന് ദീനീ വിദ്യാഭ്യാസത്തിലേക്ക്, ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കണം. ആഡംബര വാഹനങ്ങളൊക്കെ അള്ളാഹു തന്ന നിഅമത്താണത്. ഇത് വേണ്ട എന്നല്ല. ഓരോ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഹലാലായ ആസ്വാദനമാണത്. അത് വേണം. അതൊന്നുമില്ലാതെ പിന്നെ കുറെ പൈസ ഉണ്ടാക്കിയിട്ടെന്താ? നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾക്ക് സുഖിക്കാനും ആസ്വദിക്കാനും മാത്രമാക്കരുത്. നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് പാവങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ വാഹനങ്ങളല്ല വരുന്നത്, നമ്മുടെ വീടും വരൂല, നമ്മുടെ സമ്പാദ്യങ്ങൾ വരൂല. ആകെ കടന്നു വരുന്നത് ജനങ്ങളിലേക്ക് ഇൽമെത്തിച്ചു കൊടുക്കാൻ എന്ത് അധ്വാനമാണ് നിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? ജനങ്ങളെ ഇൽമ പഠിപ്പിക്കാനും ദീന് പഠിപ്പിക്കാനും എന്താ നീ ചെയ്തത്? അത് മാത്രമേ നീ മരിച്ചാൽ നിന്റെ ഖബറിടത്തിലേക്ക് കടന്നു വരുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
പിന്നെ നബി തങ്ങൾ പറഞ്ഞു വസദഖത്തുൻ ജാരിയ, നിന്റെ ഖബറിടത്തിലേക്ക് വരുന്ന മറ്റൊരു അമൽ നീ നിന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാരിയായ സ്വതക്ക, പെർമനന്റ് ആയ സ്വതക്ക, താൽക്കാലികമായ സ്വതക്കകളല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള സ്വതക്കകളല്ല. ജാരിയ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള സ്വതക്ക. ഇതുപോലെയുള്ള സ്വതക്കകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ ഖബറിടത്തിലേക്ക് വരുന്നത്. മൂന്നാമതായി നിന്റെ ഖബറിടത്തിലേക്ക് വരുന്നത് സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഡംബരങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോ, സുഖലോലുപതയിലൂടെ നമ്മൾ ജീവിക്കുമ്പോ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളായ ആളുകളെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് പലപ്പോഴും പലരോടുമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്കറിയണോ, കേരളത്തിലുള്ള ജീവിതമല്ല കേരളത്തിന്റെ പുറത്തുള്ളത്. കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളല്ല പുറം ലോകത്തുള്ളത്. ഫാത്തിഹ പോലും പാരായണം ചെയ്യാൻ അറിയാത്ത എത്രയെത്ര വയസ്സായ മനുഷ്യന്മാർ, ചെറുപ്പക്കാരല്ല വയസ്സായവർ, ഫാത്തിഹ പാരായണം ചെയ്യാൻ അറിയാത്തവർ. നമ്മുടെ നാട്ടിലോ 4 വയസ്സായ അൽബിറിലെ കുട്ടികൾക്കറിയാം ഫാത്തിഹ ഓതാൻ, LKG പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഫാത്തിഹ ഓതാൻ. താടിയും തലപ്പാവും ജുബ്ബയും ധരിച്ച കാണുമ്പോ വലിയ ശൈഖന്മാരെ പോലെയുള്ള ആളുകൾക്ക് വരെ ഫാത്തിഹ ഓതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇൽമ് പഠിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് നിഅമത്ത് നൽകി. ആ നിഅമത്ത് നന്ദികേട് കാണിക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു നമ്മൾക്ക് നൽകിയ ബാധ്യത. നോക്കൂ നിങ്ങൾ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, മൂസാ നബി പറയുന്നത് അവരുടെ സമുദായത്തോട്, യാ ബനീ ഇസ്രായീലദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. അല്ലയോ ബനൂ ഇസ്രായേലുകാരെ, ഉദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ സമൂഹത്തോട് പറയുന്ന വാക്കാണിത്. ഇനി വേറൊരു ആയത്ത്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ സമുദായത്തോട് പറയുന്നുണ്ട്, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് നൽകിയത് നിങ്ങൾ ഓർക്കണം. എന്താണ് അല്ലാഹു അവർക്ക് നൽകിയ നിഅമത്ത്? ഇത് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്. ഫിർഔനിന്റെ പീഡനങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ലയോ? വയുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ മക്കളെ വളരെ നിഷ്ഠൂരമായി ഫിർഔൻ കൊന്നുകളഞ്ഞിരുന്നുവല്ലോ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ വ്യഭിചാരം ചെയ്തിരുന്നില്ലേ? രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കശ്മീരിലെത്തിയപ്പോ 2 പെണ്ണുങ്ങളെ, 2 സ്ത്രീകളെ രാഹുൽ ഗാന്ധിയോട് വന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണ്. ആരിലൂടെ? ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ട കശ്മീരിലുള്ള നിയമപാലകരിലൂടെ, കശ്മീരിലുള്ള പട്ടാളക്കാരിലൂടെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണ് ഞങ്ങള്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് മൈക്കിലൂടെ പറയരുത്, ഞങ്ങൾക്ക് വീണ്ടും ഭീഷണി നേരിടേണ്ടി വരുമെന്ന്. അല്ലാഹു അവർക്ക് നൽകുന്ന പ്രയാസം കേരളത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അഖ്ലാഖ് എന്ന് പറയുന്ന യുപിയിൽ മാംസം സൂക്ഷിച്ചു എന്ന പേരിൽ വളരെ നിഷ്ഠൂരമായി ഒരു മോബ് ലിഞ്ചിങ് ഉണ്ടായിരുന്നു, കൂട്ടക്കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചാനലുകളൊക്കെ ഒരുപാട് ദിവസങ്ങളോളം ചർച്ച ചെയ്തത് കൂട്ടക്കൊലയെ കുറിച്ച്. അതിനുശേഷം 100 കണക്കിന് കൊലപാതകങ്ങൾ നടന്നു. ചാനലുകൾ പോലും ഇന്ന് കൂട്ടക്കൊലപാതകങ്ങളെ ചർച്ച ചെയ്യുന്നില്ല. അത്രയും നിസ്സാരമായ കാര്യമായി മാറിയത്. ഓരോ ദിവസവും കൂട്ടക്കൊലപാതകങ്ങൾ. ഇന്നടക്കം കർണാടകയിൽ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ അസമിലുള്ള ഒരു പൗരനെ വളരെ നിഷ്ഠൂരമായി പില്ലറിൽ കെട്ടിയിട്ട് നിഷ്ഠൂരമായി ആക്രമിക്കുകയുണ്ടായി. അതൊന്നും ഇന്ന് വാർത്തയേ അല്ല, അതൊന്നും ഇന്ന് ന്യൂസേ അല്ല. ഇന്ന് പ്രൈം ന്യൂസുകളായി, എക്സ്ക്ലൂസീവ് ന്യൂസുകളായി ഒരു ചാനലുകളിലും വരാറില്ല. കാരണം എന്തേ? അതൊക്കെ സർവ്വസാധാരണയായി. പക്ഷേ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര നിഅമത്താണ് അല്ലാഹു തന്നത്. ഇങ്ങനൊരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ
അന്തസ്സോടെ തലയുയർത്തി നടക്കാൻ കഴിയുന്നു. മുസ്ലിം എന്ന രീതിയിൽ നമ്മൾക്കും അന്തസ്സോടെ തലയുയർത്തി നടക്കാൻ പറ്റുന്നു. യാ ബനി ഇസ്രായീല, ഇസ്രായേലുകാരോട് പറഞ്ഞതാണ് കേരളക്കാരോട് പറയാനുള്ളത്. ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നമ്മൾക്ക് തന്ന നിഅമത്തുകളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. എത്രത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് അല്ലാഹു നൽകിയത്. അധികാരം തന്നു അല്ലാഹു, അല്ലേ? നമ്മുടെ കേരളത്തിൽ അല്ലാഹു നമ്മൾക്ക് അധികാരം തന്നു, സമ്പത്ത് തന്നു, സൗകര്യങ്ങൾ തന്നു, എല്ലാ സംവിധാനങ്ങളും തന്നു. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സുഖലോലുപതയിൽ അഭിരമിച്ച് ജീവിക്കാതെ, സുഖങ്ങളിൽ മതി മറന്നു ജീവിക്കാതെ, നമ്മളിൽ നിന്ന് ബാക്കിയുള്ള മിച്ചമായ സംഖ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, വിദ്യാഭ്യാസമില്ലാത്ത പട്ടിണി പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം. ഇവിടെയെല്ലാം നമ്മൾ ചാരിറ്റി ചെയ്യേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ പള്ളി നിർമ്മിച്ചു കൊടുക്കേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അതിന് സ്ഥലമുണ്ട്, 100 കണക്കിന് സ്ഥലങ്ങളുണ്ട്. അവിടെ കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വതക്കകളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അർഹരായ ആളുകളിലേക്ക് എത്തുമ്പോഴാണ്. ഇമാറത്ത് ക്യാ ശിക്വ ഖുസ്റവി ബി ഹോ തോ ക്യാ ഹാസിൽ. അധികാരമുണ്ടായിട്ടെന്ത്, ഖുസ്റു രാജാവിനെ പോലെ രാജകീയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്ത്, ഇമാറത്ത് ക്യാ, നമ്മൾക്ക് അധികാരമുണ്ടായിട്ടെന്ത് കാര്യം? നമ്മുടെ അധികാരം കൊണ്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടായി, ശരി തന്നെ. അധാർമികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ മയക്കുമരുന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? പഠിക്കാതെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഗൾഫിൽ പോയി കഫ്റ്റീരിയയിലും ടെക്സ്റ്റൈൽസിലും അതുപോലെ ടൈപ്പിംഗ് സെന്ററിലും ജോലി ചെയ്യുന്ന പാവങ്ങളായ ആളുകളെ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നുണ്ടോ? ഇമാരത്ത് ക്യാ, അധികാരം കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾക്ക് അല്ലാഹു അധികാരം തന്നു. ഇമാരത്ത് ക്യാ ശിക്വ ഖുസ്റവി ബി ഹോ തോ ക്യാ ഹാസിൽ. ഇതൊക്കെ അധികാരവും അതേപോലെ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ട് എന്താ കാര്യം? നസോറെ ഹൈദരി തുജ്മേ, മഹാനായ ഹൈദർ എന്ന് പറയുന്നത് അലി തങ്ങളാണ്. അലി തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത് ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയി. എന്താണ് ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത്? എന്തായിരുന്നു? തെറ്റ് കാണുമ്പോൾ തടയുക, തെറ്റ് കാണുമ്പോൾ തടയുക. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാനാണ് ഇൽമിന്റെ പട്ടണമെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ അലിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പട്ടണത്തിൽ, ഞാനൊരു ഇൽമിന്റെ പട്ടണമാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ നഗരമാണെങ്കിൽ, രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, വെറുപ്പിന്റെ പട്ടണത്തിൽ സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കലാണ് എന്റെ ലക്ഷ്യം. വെറുപ്പ് നിറഞ്ഞ പട്ടണത്തിൽ സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കുക. മഹബ്ബത്ത് കാ ദുഖാൻ ഖോൽന, സ്നേഹത്തിന്റെ വാതിൽ തുറക്കുക, സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കുക, പീടിക തുറക്കുക. അതാണ് എന്റെ ബാധ്യത. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനാണ് ഇൽമിന്റെ പട്ടണം. ആ പട്ടണത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അലി എന്ന താക്കോല് കൊണ്ട് വാതിലിലൂടെ കടന്നു വരണം നിങ്ങൾ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആഴത്തിൽ പഠിച്ച ഒരു ആലിമായിരുന്നു, വലിയൊരു പണ്ഡിതനായിരുന്നു. നസൗറെ ഹൈദരി, മഹാനായ അലി തങ്ങളുടെ ഊർജം നിങ്ങൾക്കുണ്ടോ? അലി തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത് നിങ്ങൾക്കുണ്ടോ? ദീനിനോട് അലി തങ്ങൾ കാണിച്ച പ്രസരിപ്പ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരാ, അല്ലാഹു നമ്മൾക്കൊക്കെ ഇത്രയൊക്കെ നിഅമത്ത് തന്നിട്ട് ഈ ദീനിനോട് നമ്മൾ എന്ത് ബന്ധമാണ് കാണിക്കുന്നത്? തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി कि तू गुफ्तार वो किरदार तू साबित वसയ്യാറാ. നിനക്ക് നിന്റെ പ്രപിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി, നിനക്ക് നിന്റെ ഉപ്പമാരുമായി, നിന്റെ ഗതകാലത്തുണ്ടായിരുന്ന പൂർവ്വപിതാക്കളുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത്? എന്ത് ബന്ധം? അവരും മുസ്ലിം, ഞാനും മുസ്ലിം. അവരിൽ അലി ഉണ്ടായിരുന്നു, നമ്മളിലുമുണ്ട് ഒരുപാട് അലിമാർ. അവരിൽ അബൂബക്കറുണ്ട്, നമ്മളിലും അബൂബക്കറുണ്ട്. പേരുകൊണ്ട് മുസ്ലിം അല്ലാതെ പിന്നെ എന്ത് ബന്ധമാണുള്ളത്? തും മുസൽമാൻ ഹേ ഓർ അന്ദാസ മുസൽമാൻ ഹേ. നീ ഒരു മുസൽമാൻ, പേരുകൊണ്ട് മാത്രം മുസൽമാനായാൽ മതിയോ?
പേരുകൊണ്ട് മാത്രം നാമമാത്ര മുസ്ലിമായാൽ മാത്രം മതിയോ ചെറുപ്പക്കാരാ? ദീനിനോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത് എന്ന് ഒരു 2 മിനിറ്റ് ഒന്നിരുന്ന് ചിന്തിക്ക്. 2 മിനിറ്റ് ഇരുന്ന് ചിന്തിക്ക്. ദീനിനോട് എന്ത് കമ്മിറ്റ്മെന്റാ നമ്മൾക്കുള്ളത്? നമ്മളൊക്കെ ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. വൈകുന്നേരങ്ങളിൽ ആഡംബര വാഹനങ്ങളിലൂടെ നമ്മൾ കറങ്ങാറില്ലേ? അല്ലെ, ഓരോരോ കല്യാണങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി പൊടിപിടിക്കുന്ന ലക്ഷങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണ് തള്ളി പോവാറില്ലേ? വൈവിധ്യമാർന്ന കളറുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നതും, നീണ്ടു നിൽക്കുന്ന നിരനിരയായി നിൽക്കുന്ന ആഡംബര വാഹനങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന കോടികൾ, കല്യാണത്തിന് മുമ്പുള്ള ഫംഗ്ഷനുകൾ, കല്യാണം നിശ്ചയിക്കുമ്പോഴുള്ള ഫംഗ്ഷനുകൾ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫംഗ്ഷനുകൾ, ഇങ്ങനെ ഒരൊറ്റ ഒരു സൽക്കാരത്തിന് പോലും ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമ്പാദ്യങ്ങളൊക്കെ ഒരൽപ്പമെങ്കിലും നമ്മുടെ ദീനിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈമലർത്തുകയാണ്. ബിസിനസ് വളരെ കുറവാണ് എല്ലാവർക്കും. അപ്പൊ ബിസിനസ് കുറവാ. ദീനിന്റെ വിഷയം പറയുമ്പോൾ എല്ലാവർക്കും ബിസിനസ് കുറവാ, കച്ചവടം ഡള്ള. ദീനിന്റെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ടൈറ്റാണ്. എന്നാൽ സ്വന്തം വീട്ടിലൊരു സൽക്കാരം വരുമ്പോ, ഒരു ഫംഗ്ഷൻ വരുമ്പോ, ഒരു കല്യാണം വരുമ്പോ ഒരു ടൈറ്റ് ഒരു മനുഷ്യനുമില്ല. സ്വന്തം വീട്ടിൽ വലിയ വലിയ സൽക്കാരങ്ങൾ വരുമ്പോ എത്ര വേണമെങ്കിലും കോടികൾ അമ്മാനമാടാനും അവരുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. ദീനിന്റെ കാര്യം പറയുമ്പോ എല്ലാവരും ടൈറ്റാണ്. ഇതാണ് ചോദിക്കുന്നത്. തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി कि तू गुफ्तार हो किरदार तू साबित व सയ്യാറാ. അവർ ആകാശമാണെങ്കിൽ നീ ഭൂമിയാണ്, അവർ ആകാശങ്ങളാണെങ്കിൽ നീ ഭൂമിയാണ്. അവർ ആകാശത്തിന്റെ മുകളിലൂടെ പറന്ന് കളിച്ചിരുന്ന രാജകിളിയാണെങ്കിൽ നീ ഇവിടെ ഇട്ടാവിട്ടത്ത് ചാടി നടക്കുന്ന പാവം കാക്കകളെ പോലെയുള്ള പക്ഷികളാണ്. തൂ സാബിത് വ സയ്യാറാ, നീ നിശ്ചലനാണ്. വ സയ്യാറാ, അവർ സഞ്ചരിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, ദീനിയായ വിഷയത്തിന് ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ച ആളുകൾ ആരാ ഇവിടെയുള്ളത്? നമ്മുടെ നാട്ടിൽ ആരാ? വാദ കേൾക്കാൻ വരുന്നതിനെ കുറിച്ചിട്ടല്ല, വാദ കേൾക്കാൻ വരുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ദീനിയായ ചൈതന്യം ഈ നാട്ടിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു 10 കിലോമീറ്ററിൽ കൂടുതൽ നടന്ന ആളാരുള്ളത്? നമ്മുടെ നാട്ടിലുള്ള മദ്രസകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാടിന്റെ പുറത്തും ഒരു രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ. കിണറ്റിലെ തവളകളാവരുത് നമ്മള്, കിണറ്റിലെ തവളകളായി നമ്മൾ മാറരുത്. ഈ കാസർഗോഡ് ജില്ല വിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആരാ നമ്മുടെ നാട്ടിലുള്ളത്? ചില ആളുകൾ അത്തരം വിഷയം വരുമ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറേയല്ല. എന്തുകൊണ്ട്? പേരില്ല. ആന്ധ്രാപ്രദേശിലും ബംഗാളിലൊക്കെ പോയിട്ട് മദ്രസ നിർമ്മിച്ചു കൊടുത്താല് ആരാ ഇപ്പൊ മാലണിയുടെ, ആരാ മൊമെന്റ് നൽകുക, ആരാ ഷാളിടുക, ആരാ നോട്ടീസിൽ പേര് എഴുതുക? ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാടാകുമ്പോ ആദരിക്കപ്പെടും. മൊമെന്റോകൾ ഉണ്ടാകും, സ്റ്റേജിൽ വന്ന് ഷാലിടാൻ ആളുകൾ ഉണ്ടാകും, പത്രങ്ങളിൽ ഫോട്ടോകൾ വരും, നോട്ടീസുകൾ ഉണ്ടാകും, ബ്രോഷറിൽ നമ്മുടെ തിളങ്ങി നിൽക്കുന്ന ഫോട്ടോകൾ ഉണ്ടാകും. ഇതല്ല മുഅ്മിനീങ്ങളെ സ്വതഖ എന്ന് പറയുന്നത്. ഇതല്ല. നാട്ടിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ വളരെ ഈസിയാണ്, പേരും പ്രശസ്തിയും ഉണ്ടാകും. എന്നാൽ നാട്ടുകാരും അറിയാതെ വളരെ വിദൂരത്തുള്ള, നിസ്കരിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഒരു പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നല്ല ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സു നൽകട്ടെ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു മദ്രസ നിർമ്മിച്ചു. അപ്പോൾ നിങ്ങളുടെ നാട്ടുകാരനാണ് സഫ്വാൻ ബിസ്മില്ല, മാലിക് ദിനാറിൽ നിന്ന് ഹുദവി ബിരുദെടുത്ത സഫ്വാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്. ആന്ധ്രാപ്രദേശിൽ വർഷങ്ങളായിട്ട് അവിടെ ഒരു ദാർഹുദയുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ദീനി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ കുറച്ച് ആളുകൾ കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ ലക്ഷങ്ങൾ എടുത്തു തന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്, ഇല്ലെന്നല്ല. വേറെ ചില ആളുകൾ, അപ്പോ ചില ആളുകൾക്ക് ടൈറ്റാണ്, വേറെ ചില ആളുകൾക്ക് ടൈറ്റാണ്. ആ ടൈറ്റ് എന്ന് പറയുന്നവർ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ഒരു ടൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല നമ്മളൊന്നും കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൂ സാബിത് വ സയ്യാറാ ഗവാദി ഹം നജോ അസലാഫ് സേ, ഗവാദി ഹം നജോ അസലാഫ് സേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അവർ ആകാശമായിരുന്നുവെങ്കിൽ ആ ആകാശത്ത് നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങളാണ് നമ്മള്.
സുറയ്യാ സേ ജമീൻ പർ ആസ്മാനെ ഹം ഖുദേ മാറാ. ആകാശലോകങ്ങളിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങൾ മാത്രമാണ് അവർ ആകാശങ്ങളായിരുന്നു. അപ്പൊ നമ്മൾക്ക് ദീനിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നത് ശരി തന്നെ. നിസ്കരിക്കുന്നുണ്ട്, അതല്ല ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്. നിസ്കരിച്ചാൽ ദീനിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. നിസ്കാരാണോ ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്? നോമ്പോക്കലാണോ ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്? അല്ല. ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യണം, നമ്മൾ വിയർപ്പൊഴുക്കണം. ഈ ദീന് വളരാൻ, നിങ്ങൾ വളരാനല്ല, ഈ ദീന് വളരാൻ, ഈ സമൂഹം വളരാൻ, ഈ സമൂഹം അന്തസ്സോടെ നിലനിൽക്കാൻ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും വല്ല മറുപടി ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അധ്വാനിക്കണം. അതിന്റെ കൂടെ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, അന്തസ്സോടെയുള്ള നിലനിൽപ്പിന് വേണ്ടി ഒന്നുമില്ലെങ്കിൽ ഒരു വിയർപ്പെങ്കിലും ഭൂമിയിൽ ഇറ്റു വീഴാൻ നിങ്ങൾ ശ്രമിക്കണം. സാമ്പത്തികമായി കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാമാ ഇഖ്ബാൽ ചോദിക്കുന്നത് ഇമാരത്ത് ക്യാ, നിങ്ങൾക്ക് അധികാരമുണ്ടായിട്ട് എന്താ കാര്യം? ഖുസ്രുവിന്റെ കൊട്ടാരം തന്നെ നിങ്ങൾക്കുണ്ടായാൽ, ബൈഡന്റെ വൈറ്റ് ഹൗസ് തന്നെ നിങ്ങൾക്കുണ്ടായാൽ, യാ ഹാസിൽ, അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നസൗറെ ഹൈദരി തുജ്മേ ന ഇസ്തിഗ്നായ സൽമാനി. പ്രിയപ്പെട്ടവരെ, കോടതികളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾക്കെതിരെ തീരുമാനങ്ങൾ വരുമ്പോ അതിൽ പ്രതികരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, എത്രയോ കൊലപാതകങ്ങൾ, എൻആർസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ നസൗറെ ഹൈദരി തുജ്മേ, മഹാനായ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന, അലി തങ്ങൾക്കുണ്ടായിരുന്ന ഊർജവും ആവേശവും എവിടെ പോയി നിങ്ങളുടെ? അത് മാത്രമല്ല, സൽമാനി, മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്കുണ്ടായ ഖനാഅത്ത് എവിടെ പോയി? സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ഖനാഅത്ത് എവിടെ പോയി? എന്താ ഇസ്തിഗ്നാ എന്ന് പറഞ്ഞാൽ? എന്താ ഇസ്തിഗ്നാ എന്ന് പറഞ്ഞാൽ? ഖനാഅത്താണ് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം. ആരാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ? കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടായാൽ വരെ പിന്നെയും നമ്മൾ അധ്വാനിക്കുകയാണ്. അധ്വാനിക്കുക തന്നെ വേണം, നിർത്തണമെന്നല്ല. പക്ഷേ എന്നിട്ട് പോലും ദീനിന്റെ ഒരു 10% ഞാൻ എന്റെ ദീനിന് നൽകട്ടെ എന്ന് വിചാരിച്ച് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാരാ? ഏതെങ്കിലും ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ തലയിൽ കൈവെക്കുന്നുണ്ടാകും. ഓ, അയാളെ ഒരു പള്ളിയൊക്കെ നിർമ്മിച്ചു കൊടുത്തോ? ആ പള്ളി എന്ന് പറയുന്നത് അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് 1% പോലും ആയിട്ടുണ്ടാവൂല. ഇങ്ങനെയല്ല മഹാന്മാരായ സ്വഹാബാക്കൾ സ്വതക്ക ചെയ്തത്. അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമുണ്ടായി. എന്താ സന്തോഷമുണ്ടായതെന്നറിയോ? അന്ന് വലിയൊരു കച്ചവടം നടന്ന് വലിയൊരു ലാഭമുണ്ടായി. കച്ചവടം നടന്നിട്ട് വലിയൊരു ലാഭമുണ്ടായി. അപ്പൊ നബി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോ വിചാരിച്ചു, ഇന്ന് ഞാനായിരിക്കണം ഈ മദീനയിൽ ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യുന്നത്. തന്റെ വിശാലമായി നീണ്ടുകിടക്കുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് 50% എടുത്തു. 50%, 10 കോടി ഉണ്ടെങ്കിൽ 5 കോടി, 100 കോടി ഉണ്ടെങ്കിൽ 50 കോടി. അതെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോകുമ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെറിയൊരു കൊട്ടയുമായി കടന്നു വരുന്നത്. ഉമർ തങ്ങൾ സന്തോഷിച്ചു, ഇന്നെങ്കിലും സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, ഉണ്ട് നബിയെ, ഒരു 50% ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് 50% പകുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. ആരാണ് ഇവിടെ പകുതി കൊടുക്കുന്നവർ? സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹു വറസൂല, അല്ലാഹുവും റസൂലുമല്ലാതെ ഒരു നയാ പൈസ എന്റെ വീട്ടിലില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 100% സ്വതക്ക ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയിട്ട് വേണം. ഉച്ചക്കുള്ള ഭക്ഷണത്തിന് പോലും ബാക്കി വെച്ചില്ല. രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിന് പോലും ബാക്കി വെച്ചില്ല. 100% കൊടുത്തു. എന്നാൽ ഇവിടെ പള്ളി നിർമ്മിക്കുന്നവർ ആരാണ്? ഒരു 10% അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ദീനിലേക്ക് നൽകുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? സമ്പാദ്യത്തിൽ നിന്ന് 10% കൊടുക്കുന്നവർ ആരായി? 1 കോടി കൊടുക്കുന്നവർ. 100 കോടിയുള്ളവർ 1 കോടി കൊടുക്കുന്നു. 1000 കോടിയുള്ളവർ 1 കോടി കൊടുക്കുന്നു. അതല്ലാതെ തന്റെ സമ്പാദ്യങ്ങളിൽ നിന്നൊരു 10% ഞാൻ ദീനിന് നൽകട്ടെ എന്ന് പറഞ്ഞ് ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിൽ ദീനിന് നൽകുന്നവരുള്ളത്?
അവിടെ മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുന്നത് നസൗറെ ഹൈദരി തുജ്മേ, മഹാനായ ഹൈദരി തങ്ങളുടെ ആവേശം നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, ഇസ്തിഗ്നായ സൽമാനി, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു. നമ്മളാണെങ്കിലും കിട്ടിയാലും തികയാത്തവരാണ്, എത്ര ലഭിച്ചാലും മതിവരാത്തവരാണ്. വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോ ദീനിനോട് പോലും നമ്മള് അശ്രദ്ധ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. വാലിന്റെ സദസ്സിലാണ് വാല് കേൾക്കാൻ വന്ന ഉമ്മയുടെ ഷോൾഡറിലുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ചൊരാൾ ഓടിപ്പോകുന്നത്. എന്തിനാ വന്നത്? ഉറൂസിനാണ്, വാലിനാണ്. ആ വാലിന് വന്ന സദസ്സിൽ പോലും ദീനുമായി ബന്ധപ്പെട്ട കാര്യം സൂക്ഷിക്കാൻ കഴിയാത്തവർ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഹറാമായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, തിന്നാൽ മതി, സമ്പത്തുണ്ടാക്കിയാൽ മതി, സമ്പാദിച്ചാൽ മതി. അമിനൽ ഹറാമി അമിനൽ ഹലാൽ, ഇത് ഹറാമാണോ ഇത് ഹലാലാണോ എന്നവർ നോക്കാറില്ല. സമ്പാദ്യങ്ങളിലുള്ള ഹറാമുകൾ നോക്കാതെ പലിശ ഇടപാടിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ ആയിരക്കണക്കിന്, നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. പലിശ ഇടപാടുകളിലൂടെ സമ്പത്തിങ്ങനെ കുന്നുകൂട്ടുന്നവർ ആയിരക്കണക്കിന്, പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അമിനൽ ഹലാലി അമിനൽ ഹറാം, സമ്പത്ത് ഹറാമായാലും ഹലാലായാലും അവർക്ക് പ്രശ്നമേ അല്ല. ആ ഒരു രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നവർ, വേറൊരു ഭാഗത്ത് മയക്കുമരുന്നിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ, അതാണ് എളുപ്പവഴി. ഏറ്റവും വേഗം മുതലാളിമാരാവണം, ഏറ്റവും വേഗം ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങണം, ആഡംബര വാഹനങ്ങൾ ഉണ്ടാവണം, നല്ല വസ്ത്രം ധരിച്ച് ചുത്തിപ്പൊളിച്ചു നടക്കണം, വലിയ അധ്വാനങ്ങളില്ല, വിയർപ്പ് കൊള്ളാനില്ല, വെയിലേൽക്കാനില്ല, ചൂടേൽക്കാനില്ല. വളരെ നൈസായി, വളരെ തന്ത്രപൂർവ്വം ആളുകളിലേക്ക് മയക്കുമരുന്നും കൊക്കൈനും ലഹരിയും എല്ലാം എത്തിച്ചു കൊടുത്ത് അതിന്റെ ഡീലർഷിപ്പായി പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരുണ്ട്. എന്തേ അത് നിർത്താൻ കഴിയാത്തത്? ഇവിടുത്തെ നിയമപാലകർ വിചാരിച്ചാൽ ഇത് നിൽക്കുമോ? എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, നിയമപാലകർക്ക് ഇതിൽ നിന്ന് ഓഹരി കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവർ നിർത്തുന്നത്? നിയമപാലകർക്ക് ഇതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവരിത് തടയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിയമപാലകർ വിചാരിച്ചാൽ ഇവിടുത്തെ കഞ്ചാവ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, ഇവിടുത്തെ ലഹരി അവസാനിക്കാൻ പോകുന്നില്ല. ഭരണകൂടം തീരുമാനിച്ചാലും ഇവിടെ ഒരു അനീതിയും ഒരക്രമവും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഒരു നാട്ടിൽ ലഹരി അവസാനിക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടിലുള്ള ഓരോ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ മതി. നെല്ലിക്കുന്നെന്ന് പറയുന്ന ഈ ചരിത്രമന്തി ഉറങ്ങുന്ന ഈ മഹത്തായ പ്രദേശത്തേക്ക്, ഇവിടത്തേക്ക് എന്ത് കടന്നു വരാൻ പാടില്ല? ലഹരി കടന്നു വരാൻ പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവരുത്, തലച്ചോറ് നശിപ്പിക്കുന്ന ചെറുപ്പക്കാരിവിടെ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടുകാരിലുള്ള ഓരോ വീട്ടുകാരും തീരുമാനിക്കണം, എന്റെ വീട്ടിലേക്ക് ലഹരി കടന്നു വരാൻ പാടില്ല എന്ന്. ആരാണ് ഓരോ വീടിന്റെ ഉത്തരവാദികൾ? ആരാണ്? ആ വീട്ടിലുള്ള ഉപ്പമാരാണ്. ഉപ്പമാര് ഗൾഫിലാണെങ്കിൽ ആ വീടിന്റെ ഉത്തരവാദി ഉമ്മമാരാണ്. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കാൻ കഴിയൂലേ? എന്തേ നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, എപ്പോഴാ വരുന്നത്, എവിടെന്നാണ് അവർക്ക് ക്യാഷ്, എവിടെന്നാണ് അവർ വാഹനം വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്, 5000ന്റെ ഷൂകൾ എവിടെ നിന്നാണ് ധരിക്കുന്നത്? ഉപ്പ കൊടുത്തിട്ടില്ലല്ലോ, ഉമ്മ കൊടുത്തിട്ടില്ലല്ലോ, എവിടെന്നാണ് നിനക്ക് ക്യാഷ് എന്ന് നിരന്തരമായ അന്വേഷണം, നിരന്തരമായ നിരീക്ഷണം. ഓരോ വീട്ടുകാരും അവരവരുടെ മക്കളെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു നാടിനെ ലഹരി മുക്ത നാടാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. ആണിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് പെണ്ണിനെയും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുള്ള തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. അവരാണ് അതിന്റെ ഡീലർമാർ. ആരും സംശയിക്കില്ലല്ലോ അത് പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിച്ച് പർദ്ദ ധരിച്ച് നടക്കുന്ന, വേണമെങ്കിൽ ഹിജാബും നിഖാബും ധരിച്ച് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന അവര് വരെ ഈ മയക്കുമരുന്നിന്റെ ചതിപ്രയോഗത്തിലൂടെ പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ?
അപ്പൊ ഇവിടെ മയക്കുമരുന്നും ലഹരിയും നിർമാർജനം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയൽവാസിയുടെ വീട് നമ്മൾ ശ്രദ്ധിക്കരുത്, നമ്മുടെ അനുജന്റെ വീട് പോലും നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മുടെ വീട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആ 4 മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആദ്യത്തേത് പെണ്ണാണ്, പെണ്ണിനെ നോക്കണം. രണ്ടാമത്തേത് ആണാണ്, അവനെ നോക്കണം. അവൻ എവിടെ പഠിക്കുന്നു, അവന്റെ കൂട്ടുകാരാരാണ്, അവൻ എവിടെ പോകുന്നു, എത്ര വൈകി വരുന്നു, അവന്റെ ഇടപാടെന്താണ്, അവന്റെ കച്ചവടം എന്താണ്, എന്തേ ഇത് നോക്കാൻ ഒരു പിതാവിന് കഴിയൂലേ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉപ്പമാരോട് വിളിച്ചു പറഞ്ഞത്, ഉമ്മമാരോട് വിളിച്ചു പറഞ്ഞത് എന്താ പറഞ്ഞത്? ഉപ്പമാരോടും ഉമ്മമാരോടും പറഞ്ഞു, മാമിൻ അബ്ദിൻ ഇസ്തറഅഹുല്ലാഹ്. അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകി, അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകി. വഹുവ ഗാശുൻ ലിറഇയതിഹി. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന. അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുണ്ടായിരുന്നു. എന്താ സമാധാനം? നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്ന്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല, സ്വർഗ്ഗം തന്നെ അല്ലാഹു ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും 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 അവർ സ്വർഗ്ഗത്തിലേക്ക് എത്തുകയേ ഇല്ല. ആര് ആര് മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ. മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ ഒരിക്കലും സ്വർഗ്ഗത്തിലെത്തൂല, ഹറാമാണെന്ന് പറഞ്ഞു. അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തം നൽകി. ഒരു ഉപ്പാന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ. ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ. അല്ലബ്നാഉ അമാനത്തുൻ ഫീ അനാഖികും. അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.